എന്തൊക്കെ ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല, വിട്ടുമാറാത്ത മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് അറിയാമോ? പലപ്പോഴും സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ഓൺലൈൻ കാണുന്ന പല പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സ്വന്തമായിട്ട് സപ്ലിമെന്റ് ഒക്കെ വാങ്ങി കഴിച്ച് അത്യാവശ്യം തലയുടെ കാര്യം മുടിയുടെ ഒരു തീരുമാനമാകുമ്പോഴായിരിക്കും പലരും ഡോക്ടറെ പോയി കാണുന്നത്. എന്നാൽ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് മുടി കൊഴിച്ചിലിന് പ്രത്യേകിച്ച് ഉറക്കക്കുറവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും ഒരു പനിയോ മറ്റുള്ള രോഗങ്ങളല്ല കാരണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ഈ പറയുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിരിക്കണം. ഈ ടെസ്റ്റുകളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ വിട്ടുമാറാതെ എന്നൊന്നും വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് തൈറോയ്ഡ് ഹോർമോണിന്റെ ആണ്. നിങ്ങളുടെ രക്തത്തിൽ തൈറോയ്ഡ് ഹോർമോൺ നോർമൽ ആണോ, TSH നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ ലക്ഷണം മുടി കൊഴിച്ചിലാണ്. തൈറോയ്ഡ് ഹോർമോൺ നോർമൽ ആണെങ്കിൽ പോലും അതിന്റെ പ്രവർത്തനം കുറഞ്ഞു വരികയാണെങ്കിലും മുടി കൊഴിച്ചിൽ ലക്ഷണമായിട്ട് കണ്ടുവരാറുണ്ട്. പുരുഷന്മാരാണെങ്കിൽ, യുവാക്കളാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ നോർമൽ ആണോ, പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോൺ നോർമൽ ആണോ നോക്കണം. കാരണം ഇതിന്റെ പ്രവർത്തനത്തിൽ താളപ്പെടുകയും മുടി കൊഴിച്ചിൽ ഉണ്ടാക്കിയെന്ന് വരാം. ചില ഇനം വൈറ്റമിനുകൾ, പ്രത്യേകിച്ച് വൈറ്റമിൻ D രക്തത്തിൽ കുറഞ്ഞാൽ ആദ്യത്തെ ലക്ഷണം കാണിക്കുന്ന മുടി കൊഴിച്ചിലാണ്. അതുകൊണ്ട് രക്തപരിശോധനയിൽ വൈറ്റമിൻ D3 നോർമൽ ആണോ നോക്കണം. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വന്നിരുന്നാലും മുടി കൊഴിച്ചിൽ ലക്ഷണമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈറ്റമിൻ B12 ഒന്ന് പരിശോധിച്ചിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അലർജിക് റിയാക്ഷൻ, ഡ്രൈ സ്കിൻ ഉണ്ട്, തലയിൽ ചൊറിച്ചിലുണ്ടെന്നിരിക്കട്ടെ, രക്തത്തിൽ അലർജി കൂടുതലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ ഒന്നും വരാം. IgE പരിശോധിച്ചാൽ അതറിയാൻ പറ്റും. ഈ പറഞ്ഞ ടെസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാലും പ്രശ്നങ്ങൾ അറിയാം. ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് ഹീമോഗ്ലോബിൻ, നിങ്ങൾക്ക് അയണിന്റെ കുറവുണ്ടെങ്കിൽ, സിറം ഫെറിറ്റിൻ ലെവൽ നോർമൽ അല്ലെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ മുടി കൊഴിച്ചിൽ കണ്ടുവന്നത്. അതുകൊണ്ട് വളർച്ച ഉണ്ടോ എന്ന് അറിയാനും ഹീമോഗ്ലോബിൻ ബ്ലഡ് റൊട്ടീൻ ഒന്ന് പരിശോധിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്ന ഒരു സിമ്പിൾ കണ്ടീഷൻ അല്ല, ചില ഹോർമോണുകൾ അല്ലെങ്കിൽ ചില രോഗങ്ങളുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ സൈൻ ആണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എല്ലാവരുടെ അറിവിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു.